Hi friends, welcome to Craft Wonders. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബ്ലോക്ക് പ്രിന്റിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പെയിന്റിംഗ് മെത്തേഡാണ് ബ്ലോക്ക് പ്രിന്റിംഗ്. നമുക്കിതുപോലത്തെ ബ്ലോക്കുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇതുപോലുള്ള ബ്ലോക്ക് പ്രിന്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ബ്ലോക്സുകൾ വേണം, പിന്നെ ഫാബ്രിക് പെയിൻറ്റ് വേണം, പിന്നെ ഒരു സ്പോഞ്ച് വേണം. ഇത്തരം സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യുന്നത്. ബ്ലോക്ക് പ്രിൻറ്റ് വെച്ച് നമുക്ക് ഫാബ്രിക്കിലും അതുപോലെ പേപ്പറിലും ചെയ്യാവുന്നതാണ്. പേപ്പറിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് വേണമെന്നില്ല. അതിന് പകരം ആക്രിലിക് കളറോ അല്ലെങ്കിൽ പോസ്റ്റർ കളേഴ്സോ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പേപ്പറിലും മറ്റുള്ള സർഫേസിലൊക്കെ ചെയ്യാവുന്നതാണ്. ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പാവാടയാണ് എടുത്തിട്ടുള്ളത്. ഈ പാവാടയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടാവണം. ഇത്തിരി കട്ടിയുള്ള പേപ്പർ വെച്ചിട്ട് വേണം ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യാനായിട്ട്. നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ സ്പോഞ്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആ സ്പോഞ്ചിൽ നമുക്ക് ഏത് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ പെയിൻറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് സ്പോഞ്ചിൽ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എവിടെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. നമ്മൾ പ്രിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു ദിവസം ഉണക്കാൻ വെക്കണം. അതിന് ശേഷം തിരിച്ചിട്ടിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അയൺ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.